ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ട് നമ്മുടെ നോമ്പിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ മലപ്പുറംകാരൻ്റെ സ്പെഷ്യൽ വിഭവമായ പാൽവാഴക്കൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ആദ്യം ഞാൻ കുറച്ച് സാവനരി ഇട്ടെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കണേ, രണ്ടാം പാലും ഒന്നാം പാലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളക്കട്ടെ. അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ചവ്വരി ഒരു കപ്പ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോൾ അതിൻ്റെ കളറിനൊരു മാറ്റം വരും. അതിന് ശേഷം നമുക്ക് രണ്ടാം പാലൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ രണ്ടാം പാലൊന്ന് കുറുകി ഒന്ന് വരട്ടെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിന് ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒന്ന് കുറച്ച് നേരം മൂടി വെച്ചൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഒരുവിധം ആയതിന് ശേഷം നമുക്ക് ഒന്നാം പാലൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് പ്രത്യേകിച്ച് നോമ്പ് കാലമൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊരു മധുരം തിന്നാനൊരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും നല്ലൊരു വിഭവമാണ് നമ്മുടെ ഈ പാൽവാഴക്ക. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് എടുത്തിട്ട് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം, പിന്നെ മുന്തിരി. അപ്പോൾ നമുക്ക് ടേസ്റ്റിയായ പാൽവാഴക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അസ്സലാമു അലൈക്കും. ഓക്കെ, ബായ്.